ആകാശം നീളെ നിറയും ആത്മാവിൻ ഗന്ധം ചേർത്ത് കാലങ്ങളായി നീ വിരിയാതെ സൂക്ഷിച്ച് മനസ്സിൽ വിരിച്ച കയ്യൊപ്പ് ഈ ജന്മത്തിൻ സ്വന്തം കയ്യൊപ്പ്. സന്തോഷ് ജോസഫ് ജീവിതയാത്രയിൽ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് സ്നേഹവും സുരക്ഷിതത്വവും നൽകി മരിയ സദനം ആതുര ശുശ്രൂഷ രംഗത്ത് കഴിഞ്ഞ 26 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മരിയ സദനത്തിൻ്റെ എല്ലാമായ സന്തോഷ് ജോസഫാണ് ഇന്ന് കയ്യൊപ്പിൽ നമ്മോടൊപ്പം. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ വീട് പാലായിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ 12 പ്രസവിച്ചു. 12 സഹോദരങ്ങളുണ്ടായിരുന്നു. 2 പേര് കൊച്ചിനെ തന്നെ പോയി. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പ്രാരാബ്ധവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നൊരു വീട്ടിലാണ് കഴിഞ്ഞുകൂടി. അച്ചാച്ചൻ്റെ പേര് ജോസ് എന്നാണ്, അമ്മച്ചിയുടെ പേര് റോസമ്മ. പിന്നെ ഇങ്ങനെ സ്കൂളിൽ പഠിച്ച കാലം 12 വർഷം ഞാൻ സ്കൂളിൽ പോയിട്ടാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പൂർത്തിയാക്കിയത്. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ കാരണം അമ്മച്ചി എന്നെ കോട്ടയിൽ ധ്യാനത്തിന് കൊണ്ടുപോയി. പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പോകേണ്ടി വന്നു. അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ IMSൽ അതുപോലെ കുറ്റിക്കലച്ഛന് ഇങ്ങനെ ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു ലീഡർഷിപ്പാണ്, അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടുകളാണ് വാസ്തവത്തിൽ പകർത്തിയെടുത്തത്. പാലായിലാണെങ്കിലും കൈപ്പുംളാക്കലച്ഛനുണ്ട്, മദർ തെരേസ ഉണ്ടായിരുന്നു. അവരോടൊപ്പം നമ്മൾ നിൽക്കുകയല്ലെങ്കിലും അവരുടെയൊക്കെ ഒരു മാതൃക കണ്ടെത്താനും അതിനെ പിന്തുടരാനും സാധിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്കിപ്പോൾ ഉള്ളത്, എനിക്ക് 5 പെൺമക്കളുണ്ട്. ഭാര്യയുടെ പേര് മിനി എന്നാണ്. 3 മക്കളെ കല്യാണം കഴിച്ചു വിട്ടു. 2 പേര് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3 പേരും MSW പഠിച്ചവരാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു ചാനലിൽ ഇങ്ങനെ വരാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നുകൊണ്ടാണ് അവർ MSWയിലേക്ക് പോയത്. ഒരാൾ സ്പെഷ്യൽ BEd പഠിച്ചിട്ടുണ്ട്, അതായത് MR കുട്ടികളെ പഠിപ്പിക്കുന്ന. അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണ് വീട്ടിലുള്ളത്. അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ 545 പേരടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമാണ് മരിയ സദനം. സ്ത്രീകളും പുരുഷന്മാരുമടക്കം 360 ആളുകളാണ് മാനസിക രോഗ പുനരധിവാസ കേന്ദ്രത്തിലുള്ളത്. 1998 മരിയ സദനം ആരംഭിക്കുന്നത്. അന്ന് എൻ്റെ 3ാമത്തെ മകള് ജനിച്ച ദിവസം ഒരാളെ ഇങ്ങനെ തെരുവിൽ നിന്ന് കിട്ടി. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. വർക്ക് ചെയ്യുന്നതായിരുന്നു പേര്. അത് കഴിഞ്ഞ് പിന്നെ പുറകിന് ആളുകൾ വരാൻ തുടങ്ങി. ഇപ്പം നിലവിലിവിടെ ഒരു 478 ആളുകൾ മരിയ സദനത്തിൽ താമസിക്കുന്നുണ്ട്. മക്കളാണെങ്കിലും ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതി മാത്രം മാറി നിന്നു. അത് മാറി ഇതൊരു സോഷ്യൽ വർക്ക് എന്നുള്ളൊരു പ്രൊഫഷണലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ വർക്കേഴ്സും നഴ്സുമാരും ഒക്കെ ഇവിടെ ജോലി ചെയ്യാനുണ്ട്. 52ഓളം സ്റ്റാഫുകൾ മരിയ സദനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. വാസ്തവത്തിലിങ്ങനെ ഒരു ആളെ വീട്ടിൽ സ്വീകരിക്കാൻ കാരണം ഏശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം പറയുന്ന പോലെ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുക, നഗ്നനെ ഉടുപ്പിക്കുക. ആ ഒരു വാക്കുകളാണ് എൻ്റെ മനസ്സിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുള്ള വന്നതും. അങ്ങനെ ഞാൻ ഒരാളെ മാത്രം വീട്ടിൽ സ്വീകരിച്ചു. അത് പിന്നീട് ഒരുപാട് ആളുകളെ കൊണ്ടുവരാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 10,000-ന് മേലെ ആളുകൾ മരിയ സദനത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളത് സ്കിസോഫ്രീനിയക്കാരുണ്ട്, ബൈപോളാർ മൂഡ് ഡിസോർഡറുണ്ട്, ആൽക്കഹോൾ ഡി അഡിക്ഷനുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്
മനോരോഗ ബാധിതരായ സ്ത്രീകളുടെ മക്കളാണ്. അപ്പോൾ അവർ ചിലർ ക്യാരി ചെയ്ത് വരാറുണ്ട്, ചിലർ അല്ലാതെ മക്കളുമായിട്ട് വരാറുണ്ട്. അവരെയൊക്കെ പഠിപ്പിച്ചും ഒക്കെ വിടാൻ വേണ്ടിയിട്ട് ലിസ്യു സദനം എന്നും പറഞ്ഞൊരു സ്ഥാപനം ഇവിടെയുണ്ട്. പിന്നീട് ഇവിടെ ആൾക്കാർ കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം, എല്ലാ പഞ്ചായത്തുകളിലും ഓരോ സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് തല ചായ്ക്കാൻ ഒരിടം എന്നൊരു പ്രോജക്റ്റ്, അത് 25ാം വാർഷികത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് തുടങ്ങി, ഇനി അടുത്തതിന് എടപ്പാടി എന്ന സ്ഥലത്ത് രണ്ടാമത്തെ തുടങ്ങും. മൂന്നാമത്തെ സ്ഥലം കടപ്പളാമറ്റത്തൊരാൾ സ്ഥലം തന്നിട്ടുണ്ട്, അവിടെയും ആരംഭിക്കും. അതായത് വൃദ്ധരും വയോധികരമായ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ്. പിന്നെയുള്ളത് ഹോം അഗെയിൻ എന്നൊരു പരിപാടിയാണ്. അത് ഹോം അഗെയിൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 5 പേരെ ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ, അത് വീട് റെൻ്റ് ഹൗസിലാണ് നമ്മൾ താമസിപ്പിക്കുന്നത്. അതൊരു ചെന്നൈയിലുള്ളൊരു ബാനിയൻ എന്നൊരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 സ്ഥാപനങ്ങൾ നമുക്ക് അതുപോലെ ഉണ്ട്. അത് നടത്തുന്ന എൻ്റെ രണ്ടാമത്തെ മോളാണ്, അലീനയാണ് അത് ചെയ്യുന്നത്. മൂത്ത ആൾ ഈ പറഞ്ഞ പോലെ ഈ പെയ്ഡായിട്ടുള്ളൊരു ഹോം തുടങ്ങാനായിട്ടുള്ള പദ്ധതിയിലാണ് നിൽക്കുന്നത്. കാരണം പല ഇവിടെ വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ സൗകര്യമൊക്കെ ഉള്ള രീതിയിലുള്ള വീടുകളൊക്കെ വെച്ച് കൊടുക്കാൻ, അല്ല അവരെ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. ഇപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ സോഷ്യൽ വർക്കിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. മനോരോഗ വൈകല്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തി 2002 സ്ഥാപിച്ച മരിയ സദനം കലാസമിതിയുടെ ഗാനമേള ട്രൂപ്പ് റിതം ഓഫ് മൈൻഡ് 2006 ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. പാലാ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അത് തെരുവിൽ, അതായത് കടത്തിണ്ണകളിലൊക്കെ അന്തി ഉറങ്ങുന്ന ആളുകളെ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. മുനിസിപ്പാലിറ്റിയുടെ സപ്പോർട്ടോടു കൂടി കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ വരുന്നവരെയൊക്കെ പാർപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ പ്രോജക്റ്റിലാണ്. അങ്ങനെയുള്ള ആൾക്കാർ, എല്ലാ നാടിനും ഒരു സിവിലൈസേഷൻ, ഒരു സംസ്കാരമുണ്ട്. പാലായ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാലാക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടെ നിൽക്കുന്നതാണ്. കെ എം മാണി സാറ് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ ഈ യാചക പുനരധിവാസം ആരംഭിച്ചത്. ആ കാലത്ത് ഇവിടെ ബൈജു കൊല്ലംപറമ്പിൽ, കുര്യാക്കോസ് പടവൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. അങ്ങനെയാണത് ആരംഭിച്ചത്. ഇപ്പോഴും അത് വളരെ ഭംഗിയായിട്ട്, വഴിയിൽ പാലായിലാരും വഴി കടന്ന് മരിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സഹായിക്കാൻ ധാരാളം ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആരോടും ഒരു പൈസ പോലും ചോദിക്കാറില്ല. നമ്മൾ അങ്ങനെ ഒരു പിരിവോ പരിപാടികളൊന്നുമില്ല. പക്ഷെ ആളുകൾ അറിഞ്ഞു തരുന്ന സഹകരണം, സപ്പോർട്ടുകളുമാണ് മരിയ സ്ഥാനത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ലോർഡ്സ് ഹോസ്പൈസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ലോർഡ്സ് ഹോസ്പൈസ് എന്ന് പറഞ്ഞത് 2007 കുറ്റിക്കലച്ചൻ ഇവിടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട ഒരു, അതായത് ബില്ലിംഗ് ഇല്ലാത്ത, അഡ്മിഷന് പൈസ ഇല്ല, ഡിസ്ചാർജ് ചെയ്യുവാൻ പൈസ ഇല്ലാത്ത ഒരു സ്ഥാപനം തുടങ്ങണമെന്നൊരാഗ്രഹം തോന്നി. അത് വർഷങ്ങളെടുത്തു. ഈ നമ്മുടെ രാജി മാത്യു ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു ഹൈവേ കോൺട്രാക്ടറുണ്ട്. അദ്ദേഹം അതിനോട് ഒരിക്കൽ ചോദിച്ചു, എന്താ സന്തോഷിന് അത്യാവശ്യം വേണ്ടത്? ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് ഏതാണ്ട് ഒരു 1.5 കോടിയോളം രൂപ മുടക്കി 40-40 ആളുകളെ താമസിപ്പിക്കാനും, അതിനകത്ത് ലാബറട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ഫാർമസി ഉണ്ട്, ഡോക്ടേഴ്സിന് കൺസൾട്ടേഷൻ റൂംസ് ഉണ്ട്. അങ്ങനെ വളരെ വിശാലമായ രീതിയിലൊരു ബിൽഡിങ് അദ്ദേഹം പണിതുണ്ട്. അവിടെ അതൊരു 40ഓളം ആളുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ കിടക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഷോർട്ട് സ്റ്റേ ആയിരിക്കും. ചിലർ 2 ആഴ്ച കൊണ്ട് മരിച്ചു പോകും, ചിലർ 2 വർഷം എടുക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെ നോക്കാനുള്ള ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ. വിവിധ തൊഴിൽ നൈപുണ്യമനുസരിച്ച് തൊഴിലധിഷ്ഠിത പുനരധിവാസമാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത.
ഇവിടെ താമസിക്കുന്ന ആളുകൾ പല ആൾക്കാരും മാനസിക വൈകല്യമുള്ളവരാണ്. അതിൽ ഒരു രാഹുൽ എന്നും പറഞ്ഞൊരു പയ്യനെ ഇവിടെ കൊണ്ടുവന്നു. രാഹുലിന് 7ാമത്തെ വയസ്സിലാണ് വാസ്തവത്തിൽ ഈ അസുഖം തുടങ്ങുന്നത്. അപ്പോൾ വർഷങ്ങളോളം ഒരു 24 വയസ്സ് വരെ അവനെ ചികിത്സിച്ചപ്പം അവരുടെ അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ടി ഒരു അവസ്ഥ വന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൻഡ്രൂസ് മേക്കാട്ടിൽ അച്ഛന് ഇവിടെ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നമ്മുടെ വടവാതൂർ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് രാഹുലിനെ ഇവിടെ കൊണ്ടുവന്നു. രാഹുൽ വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു കൊച്ചാണ്. അവനെ ആശ്വസിപ്പിക്കാൻ അവന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവനെ പിടിച്ചു കിട്ടിയിട്ടിരിക്കുക. ഇവിടെയുള്ള സ്റ്റാഫുകളാണെങ്കിൽ തന്നെ പറഞ്ഞു ഇനി ഇവിടെ നോക്കാൻ പറ്റിയല്ല, അത്രയും ബഹളമാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവൻ്റെ കെട്ടിയിട്ടേക്കുക, അത്രയും പ്രശ്നങ്ങളാണ്. അപ്പോൾ തലയിടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അവൻ്റെ കെട്ടഴിച്ചു. ആ കൊച്ച് എഴുന്നേറ്റിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു ഐറ്റം കാണിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ചെയ്യാൻ പോയി. അപ്പം വിജയ് സിനിമാടൻ ചെയ്ത ഏതൊരു സിനിമയുടെ ഒരു സംഭവം അവന് അതങ്ങനെ നടന്ന് ഇങ്ങനെ ഒരു സ്ലോ മോഷനിൽ വന്ന് ഇങ്ങനെ കാണിച്ചു. ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു. പിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു, സിനിമയിലെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഈ ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴും ഈ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ രാഹുലിനൊരു വേഷം ഞാനും ചാലി ബാലായും റിമി ടോമിയുടെ അമ്മ റാണി ചേച്ചിയും എല്ലാം കൂടി ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തു. അതിനകത്ത് എൻ്റെ അനുജനായിട്ട് അവന് വേഷം കൊടുത്തു. അതോടുകൂടി അദ്ദേഹം സ്വഭാവം അങ്ങ് മാറി. ഞാൻ സിനിമാ നടനായി. പിന്നീട് ഒരു 3-4 ഷോർട്ട് ഫിലിമിലും പാട്ടിലും ഒക്കെ അവന് സ്പേസ് കൊടുത്തു. നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ മാസം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ചുപോയി. അത് മരിയസ്ഥാനത്തിന് വലിയൊരു ദുഃഖമാണ്. അതുപോലെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ജാക്സൺ എന്ന് പറയുന്നൊരു ആളാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ വർഷങ്ങളോളം ചികിത്സിച്ച് സാമ്പത്തികമായിട്ട് അവർക്കൊക്കെ വലിയ പ്രയാസമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ പിന്നെ ഒരു സ്ഥാപനത്തിൽ ആക്കിയിരിക്കുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ പൂട്ടിയിട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. മരിയസ്ഥാനത്തിലേക്ക് ഒരു അഡ്മിഷൻ ചോദിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു ഒറ്റമുറിക്കകത്ത് പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. സംസാരിക്കൊന്നുമില്ല. ഒരിക്കലും എൻ്റെ ഷർട്ടിന് പിടിച്ചിട്ട് എനിക്കിട്ടൊരു അടി തന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ മുഖമാണ് നിനക്ക്, അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ക്ഷമയും കരുണയും ഒക്കെയാണ് ഇവരോട് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ജാക്സൺ അങ്ങനെ മുറി കിടക്കുന്ന സമയത്ത് ലേബർ ഇന്ത്യ സ്കൂളിൽ നിന്ന് കുട്ടികളുമായിട്ട് ജോറിസ് കുളങ്ങര സാർ വന്നു. അപ്പോൾ ചെറിയൊരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ജാക്സൺ മുറിക്കകത്ത് നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ട് വാതാപി ഗണപതി എന്ന് പറഞ്ഞ പാട്ട് കീർത്തനം ആലപിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാകുന്നത്. മിക്കവാറും എല്ലാ രാഗങ്ങളും അറിയാം, എല്ലാ പാട്ടുകളും അറിയാം. പ്രത്യേകിച്ച് സിന്ധു ഭൈരവി രാഗം, ആനന്ദ ഭൈരവിയിലുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു ജാക്സൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ജാക്സൺ എന്നോട് ചോദിച്ചു ഒരു ഹാർമോണിയം കിട്ടിയാൽ നല്ല കേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഹാർമോണിയം വാടകയ്ക്ക് എടുത്ത് ചുമ്മാ കൊടുത്തു. പക്ഷെ അത് 1 മാസമായിട്ടും തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. തൊട്ടുപുറകിന് വേറൊരു പയ്യൻ വന്നു. അയാൾ തബലിസ്റ്റാണ്, ഉണ്ണുണ്ണി എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരൂടെ കൂടിയപ്പോൾ സംഭവം ഏതാണ്ട് ഒരു കോറമായി. ഈ നേരത്താണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ 1999 ആ കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം വന്നു എന്നോട് പറഞ്ഞത് നിങ്ങളുടെ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ട് പള്ളിയിൽ 2 പാട്ട് ഇവരെ കൊണ്ട് പാടിക്കാൻ മേലെ. അങ്ങനെയാണ് മരിയസ്ഥാനം കലാസമിതിക്ക് രൂപം ഉണ്ടാകുന്നത്. പിന്നീട് ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർ പലരും ഇല്ല ഇവിടെ. എന്നാലും ഒരു പോൾ ഉണ്ട്. പോളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പോള് ഇച്ചിരി മാനസിക വിഷയമൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു.
അദ്ദേഹം നല്ലൊരു ഡ്രമ്മിസ്റ്റാണ്, നല്ല ഡ്രം വായിക്കുന്ന ആളാണ്, ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും ദൈവനാമത്തിൽ, സത്യത്തിൽ നമ്മുടെ കഴിവൊന്നുമല്ല, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതിനാൽ ഇവരെയൊക്കെ പരിഗണിക്കുമ്പോഴാണ് അവർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്നത്. ആരെയും തരം താഴ്ത്താതെ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ അല്ലെ ഈശോയുടെ വചനത്തിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നു. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു മാസം ഇവിടെ എനിക്ക് ഒരു 30 ലക്ഷം രൂപയോളമെങ്കിലും ചിലവ് വരുന്നുണ്ട്. വളരെ കുറഞ്ഞൊരു ചിലവാണ്, ഇത്രയും പേരെ നോക്കിയിട്ട് പോലും. എന്നാൽ ഈ പൈസ എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ അധ്വാനിക്കുന്നില്ല, ആരോടും ചോദിക്കുന്ന പോലുമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്കെല്ലാം നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നത്. ഞാനിവിടെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്: സ്വർഗസ്വനായ ദൈവമാണ് ഇവിടെ കാക്കുന്നതും ഇതിന് സഹായം എത്തിക്കുന്നതും. അത് അവിടം എന്നാണ്, ഞാൻ പിന്നെ അത് ഇവിടം എന്നാക്കി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. കാരണം സ്വർഗസ്വനായ ദൈവമാണല്ലോ ഇവിടം കാക്കുന്നത്. അതിവിടെ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് സാധ്യമാണ്. അസാധ്യമായിട്ട് വാസ്തവത്തിലൊന്നുമില്ല. മനോരോഗ വിമുക്തരായ ആളുകളെ താമസിപ്പിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഹോം എഗെയിൻ. ഓരോ പഞ്ചായത്തിലും 25 പേർക്കുള്ള ചെറിയ സ്ഥാപനങ്ങളാണ്. തല ചായ്ക്കാൻ ഒരിടം. കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നതിനായി മരിയ സദനത്തിൽ ഒരുക്കിയിരിക്കുന്ന വിഭാഗമാണ് ലോർഡ്സ് ഓഫ് പീസ്. പാലാ മുനിസിപ്പാലിറ്റിയും മരിയ സദനവും ഒത്തുചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് യാചക പുനരധിവാസം. ഞാൻ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുര്യൻ മറ്റത്തിലച്ചൻ എന്ന പ്രിൻസിപ്പാളായിരുന്നു. ആ കാലത്ത് അവിടെ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ, തൊടുപുഴയിൽ ദീപരക്ഷാലയം എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ പോകാനിടയായി. അവിടെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, കുഴി കുത്താൻ വേണ്ടിയിട്ട്, കക്കൂസ് കുഴി, പിന്നെ ബാത്റൂം വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടീമായിട്ട് പോയി. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു അനുഭവം. പിന്നീട് ഒരാളെ ഇതുപോലെ വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ അദ്ദേഹത്തെ ദീപരക്ഷാലയത്തിൽ കൊണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അതിന് പുറകിലും ജീസസ് യൂത്തിൻ്റെ നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ പുള്ളിനെ സ്വീകരിക്കാറുണ്ടായിരുന്നു. അപ്പം അതൊരു മാതൃകയായിട്ടും, സെക്കൻഡ് നേരം കൊണ്ട് തന്നെ പുള്ളിനെ കുളിപ്പിച്ച് മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കുന്നത് കണ്ടതൊരു മാതൃകയാണ്. അതുപോലെ KCYM വാസ്തവത്തിൽ ഞങ്ങളുടെ ഇടവ പള്ളിയിൽ KCYM തുടങ്ങുന്നത് ഞങ്ങളൊരു ടീം കുറച്ച് പേര് കൂടിയാണ് ആദ്യമായിട്ട്. അത് ഒരു 30-32 വർഷം മുമ്പാണ്. അപ്പോൾ ഈ KCYM ആയാലും മിഷലിഗ് ആയാലും ജീസസ് യൂത്ത് ആയാലും അവരൊക്കെ എല്ലാവരും ഇതിന് മരിയ മാതൃജ്യോതി ആയാലും മരിയ സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായത് കൊറോണ വന്നതാണ്. കൊറോണ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു 2-3 പേരങ്ങ് മരിച്ചു. അത് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തു, ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഒത്തിരി പേര് മരണപ്പെടും എന്നുള്ളൊരു ധാരണ വന്നു. മരിയ സ്ഥാനത്തിൻ്റെ ഗേറ്റുകളെല്ലാം അടച്ചു. നമുക്ക് ആർക്കും പുറത്തോട്ട് പോകത്തില്ല, ആർക്കും ഇങ്ങോട്ട് വരാനും മേലാത്തൊരു സാഹചര്യം വന്നു. അന്ന് ഉണ്ടാങ്ങൽ ഇടവ പള്ളിയിലെ വികാരിയച്ഛൻ, കിഴക്കേ അരിഞ്ഞാണിൽ അച്ഛനാണ് എൻ്റെ ചാർജ് എടുക്കുന്നത്. പാലായിലെ 2 ബിഷപ്പുമാരും നല്ല സ്ട്രോങ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ തരാനും സഹായിക്കാനും. ഇവിടെ ഒന്നും ഇത്രയും പേർക്ക് 500ഓളം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നുള്ള സാഹചര്യങ്ങളില്ല. പിന്നെ എത്ര പേര് മരിക്കുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് നമ്മുടെ ജില്ലാ കളക്ടറും അതുപോലെ മാണി സി കാപ്പന്, ജോസ് കെ മാണി തുടങ്ങിയവരെല്ലാം കൂടെ കൂടി പാലായിലൊരു മീറ്റിംഗ് വെക്കുകയും മരിയ സ്ഥാനത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ നല്ല ശക്തമായൊരു ഇടപെടൽ ഉണ്ടാക്കുകയും ചെയ്തു. ആ കാലം വാസ്തവത്തിൽ
ഈ നമ്മുടെ ഗേറ്റിൻ്റെ വെളിയിൽ ആളുകൾ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് പോകും. അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് പാചകം ചെയ്യാൻ സാധിക്കില്ല. അത് ആരെങ്കിലും, അതായത് പ്രത്യേകിച്ച് പള്ളിയിൽ ഒരു കിച്ചണങ്ങ് തുറന്നു. അങ്ങനെ ആ കാലത്ത് വളരെ ശക്തമായ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വിശ്വാസ് എന്ന് പറഞ്ഞൊരു ഒരു ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്. ആ പുള്ളിയുടെ ഫാദർ സോണിച്ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, മരിയ സ്ഥാനത്തുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നീട് ഫുഡ് മുഴുവൻ എനിക്ക് തോന്നുന്നു 1.5 മാസത്തോളം തന്നു അവരാ. ഞാൻ ഇത് തുടങ്ങി ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. എനിക്ക് പ്രത്യേകിച്ച് ജോലിയോ വരുമാനമൊന്നുമില്ല. അപ്പോൾ എന്നെ ചില ആൾക്കാർ നമ്മളെ നല്ലതായിട്ട് വിമർശിക്കുന്നവരുണ്ടല്ലോ, വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും. അപ്പോൾ വരുമ്പോൾ നിൻ്റെ മക്കളെ എങ്ങനെ വിവാഹം ചെയ്തയക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് ടിസൺ വന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് ഫോർ യു. കാരണം സ്വന്തമായിട്ട് ആവശ്യത്തിനാണ്, മരിയസ്ഥാനത്തിൻ്റെ ഡൊണേഷനല്ല എന്നും പറഞ്ഞ് കുറേ പൈസ തന്നു. അത് പിന്നീട് മക്കളുടെ വിവാഹത്തിൻ്റെ സമയത്തായാലും എല്ലാം ദൈവം തമ്പുരാൻ്റെ വലിയ ഇടപെടൽ, നമ്മളറിയാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തി. എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. 3 മക്കളെ വിവാഹങ്ങൾ കഴിച്ചു വിട്ടു. അവർക്കൊക്കെ അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള വഴികൾ ദൈവം തരും. അതാണ് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവന് കർത്താവ് തന്നെ വഴി ഒരുക്കും എന്നുള്ളതാണല്ലോ. കർത്താവിന് വേണ്ടി കടം മേടിക്കുന്നവൻ അവൻ്റെ കടം വീട്ടുന്നത് കർത്താവ് തന്നെ. ആ ഒരു വിശ്വാസത്തിലും ഒരു ധൈര്യത്തിലും തന്നെ മുമ്പോട്ട് പോകുന്നത്. മരിയ സദനത്തിൽ വസിക്കുന്ന അനാഥരായ മനോരോഗികളായ അമ്മമാരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് ലിസ്യൂ സദനം. ഡി അഡിക്ഷൻ സെന്ററും ഡെന്റൽ ക്ലിനിക്കും മരിയ സദനത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ്. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നടത്തും, മനുഷ്യരിൽ ആശ്രയിച്ചാൽ മനുഷ്യൻ നടത്തും. പിന്നെ ആരിലും ആശ്രയിക്കാതിരുന്നാൽ ഒന്നുമില്ലാതെ ആയിപ്പോകും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഈ മരിയാസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം മുമ്പോട്ട് നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ മാതാവിൻ്റെ ഒരു മധ്യസ്ഥയും അമ്മയുടെ പേര് തന്നെ കിട്ടാൻ കാരണം നമ്മുടെ ഞങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് ഒരു ആൻറ്റിയുണ്ട്, മേരുമ ചേച്ചി. പുള്ളിക്കാരത്തിയാണ് വാസ്തവത്തിൽ മരിയ സദനം എന്നുള്ള പേര് തന്നത്. തുടങ്ങിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു മരിയ സദനം, അങ്ങനെ മാതാവിൻ്റെ സദനമാണ്. അപ്പം അതുകൊണ്ട് മാതാവിൻ്റെ സദനമായതുകൊണ്ട് ഇവിടെ കുറവുകൾ വന്നാൽ അതിന് മധ്യസ്ഥം വഹിക്കുന്നത് കാനായിലെ കല്യാണത്തിന് ചെയ്തതുപോലെ പരിശുദ്ധ അമ്മയാണ്. ഇവിടെ ഒരു കുറവും വാസ്തവത്തിൽ ഇച്ചിരി ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കാനായിട്ട് ഒരു 6-7 മാസം മുമ്പ് സാധിക്കുകയും ചെയ്തു. ഒരു 1.5 കോടി രൂപയോളം കടമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ വരുന്നു. ഇവിടുത്തെ ആളുകൾ കൂടുതലാണ്, അവരെ മാറ്റി പാർപ്പിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെയും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇവിടെ ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ നമ്മുടെ MLAയും MP-യും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ആളുകളെ മാറ്റുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം സന്തോഷിൻ്റെ ബാധ്യതകൾ തീർത്തു കൊടുക്കുക. അങ്ങനെ കിടതൊരു സഹകരണമായെങ്കിൽ 1.5 കോടി രൂപയോളം കടമുണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന് അത് തീർത്തത്. നമ്മുടെ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരിക്കലും ഇവിടെ ഒരു 300 പേരുള്ള സമയമാണ്. അന്ന് ആദ്യ ദിവസങ്ങളിൽ അരി എന്ന് പറയുന്ന സംഭവം, ഞാൻ ഈ ഇസ്രായേലിന് അപ്പം മുടങ്ങിയല്ല എന്ന് പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, ദൈവം തരും. ഞാൻ അരി കാശ് കൊടുത്ത് മേടിക്കാറില്ല. അപ്പോൾ അരി മേടിക്കാതിരുന്ന് ആദ്യത്തെ ദിവസത്തെ അരി ഇല്ലാതെ വന്ന സമയത്ത് പാലായിലെ ഒരു പട്ടരു മഠം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു ബ്രാഹ്മണൻ സഹോദരനുണ്ട്, ആണ്ടിസ്വാമി. അദ്ദേഹം വളരെ യാദൃശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് മകൻ പറഞ്ഞു.
അതിങ്ങനെ വന്നിട്ടൊരു റിയാക്കരി കൊണ്ടെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം നമ്മൾ ഇമാം സുബീർ മൗലവി എന്ന് പറയുന്നതാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. അതും പുള്ളി പാലായിക്ക് വരുന്നതാണ്. എന്നാൽ പിന്നെ റിയാക്കരി കൊണ്ടെന്ന് തോന്നാണ്. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ആരുമില്ലെന്നായി. ജെറമിയ 33 പറയുന്ന പോലെ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി തന്നു. കർത്താവ് തരും. ആകാശത്തു നിന്ന് മന്ന, കരിമ്പാറയിൽ നിന്ന് ജലം, അല്ലേ? അപ്പോൾ അതൊക്കെ തന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ആശ്രയിച്ചങ്ങ് നിന്നു. 12 മണിയായി. അപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, സാറേ നമുക്ക് കുറച്ച് ബ്രെഡ് വാങ്ങിയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു. 12:45. അരി ഇപ്പം കൊണ്ടുവരും, ആരേലും വരും എന്നുള്ള വിചാരത്തിലാണല്ലോ ഇരിക്കുന്നത്. അതും വന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 12:45 കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു. ആ ഫോണെന്ന് പറയുന്നത് വളരെ നിശബ്ദതയിലുണ്ടായിരുന്ന ഒരു വലിയ ശബ്ദമാണ്. അപ്പോൾ ഫോണെടുത്ത പെൺകുട്ടിയോട് അയാൾ ചോദിച്ചു, സൽക്കാർ കേറ്ററിങ് നടത്തുന്ന ബാബുച്ചേട്ടനാണ്. പുള്ളി ചോദിച്ചു, സന്തോഷമുണ്ടോ അവിടെ? ഇപ്പം കൊടുക്കാം എന്ന് പറഞ്ഞു. സന്തോഷം ഒന്നും വിചാരിക്കരുത് കേട്ടോ, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കാണുമായിരിക്കുമല്ലോ. ഒരു 500 പേർക്കുള്ള ഫ്രൈഡ് റൈസും ചിക്കനും അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബാബുച്ചേട്ടനെ കൊണ്ട് ഇങ്ങോട്ട് വാ, ഒന്ന് കാണാമല്ലോ കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ ആശ്രയിച്ചാൽ, എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു സന്ദേശം തന്നെയാണ്, കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് വഴി നടത്തും. അങ്ങനെ പിന്നെ അതിൻ്റെയൊക്കെ പുറകിൽ ഉള്ള ഒരു ശക്തി ഉത്തേജനം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയം മാത്രം.